ധ്രുവേട്ടനെ കണ്ടു പറയണം ഒന്നും വേണ്ടാന്ന്. ആരുടെയും കണ്ണുനീർ പിടിച്ചുപറ്റിക്കൊണ്ട് ഈ ശിവയ്ക്ക് ഒന്നും വേണ്ട. ഈശ്വരനായി ഇന്നോളം ഒന്നും തന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഇനിയൊന്നും വേണ്ട ശിവയ്ക്ക്. നന്ദേട്ടനെയും ആരെയും വേണ്ട എനിക്ക്. കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സുകൊണ്ട് പലതും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ശിവ. ഉള്ളു പിടയുന്ന വേദനയിലും അവൾ തൻ്റെ പ്രാണനെ മറ്റൊരുവൾക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു ആ നിമിഷം മുതൽ. കണ്ണുകൾ ധ്രുവനായി ചുറ്റും പരതുമ്പോൾ നിരാശയായിരുന്നു ഫലം. എന്നാൽ തൻ്റെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും വിപരീതമാണ് ഇനി അരങ്ങേറുന്ന കാഴ്ചകൾ എന്ന് ശിവ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഒരു നേരത്തെ വാക്കുകൊണ്ട് പലരുടെയും ജീവിതങ്ങൾ ഇന്നത്തെ ഒരു രാത്രിയോടെ തകർന്നടിയും എന്നറിയാതെ അവൾ തൻ്റെ യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയിൽ നിറമിഴികൾ ഉറപ്പിച്ചു നിന്നു. പൂജയൊക്കെ കഴിഞ്ഞതും എല്ലാവരും ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങി. കാവിൽ നിന്ന് എല്ലാവരും മടങ്ങി വരുമ്പോൾ ഉമ്മറത്ത് പൊതുവെയുള്ള ലൈറ്റ് പോലും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ സാവിത്രി ഇത്? ഉമ്മറത്തെ വെട്ടം പോലും തെളിയിച്ചിട്ടില്ലേ? ഇതൊന്ന് തെളിയിക്കാൻ ആരുമില്ലേ ഇവിടെ? വാക്കുകളിൽ നീരസം കലർത്തി പറഞ്ഞുകൊണ്ട് വാര്യർ ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ പതിഞ്ഞത് അടഞ്ഞു കിടക്കുന്ന വാതിലിൽ. ഗൗരി ഇവിടെ ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞത്? എന്നിട്ട് കുട്ടി എവിടെ കാണണില്ലല്ലോ? അതെന്നെയാ ഞാനും നോക്കണേ. വാതിലും അടച്ച് ആ കുട്ടി ഇത് എവിടെ പോയിരിക്കുക? അതും പറഞ്ഞുകൊണ്ട് സാവിത്രിയമ്മ വാതിലിൻ്റെ അരികിൽ വന്ന് അതൊന്ന് തള്ളി നോക്കുമ്പോൾ ആ വാതിൽ അകത്തുനിന്ന് തുറന്നു വന്നു. ആ ബെസ്റ്റ്, വാതിൽ അടച്ചിട്ടില്ലേ? അമ്മ അകത്തേക്ക് കയറി. അവൾ അകത്തെങ്ങാനും ഉണ്ടാവും. സേതു ആ പറയണത് കേട്ട് സാവിത്രിയമ്മ ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി. അവർക്ക് പുറകെയായി ബാക്കി എല്ലാവരും. എന്നാൽ ഹാളിലും അവളെ കാണാതെ ആയതും സാവിത്രി ഗൗരിയെ തെല്ലുറക്കെ ഒന്ന് വിളിച്ചു. എന്നാൽ യാതൊരു മറുപടിയും അവളിൽ നിന്ന് വന്നില്ല. ഈ കുട്ടി ഇതെവിടെയാ ശിവ? എന്താ മുത്തശ്ശി? ആദിക്കും അബിക്കും പിന്നിലായി നിന്ന ശിവ വേഗം അവർക്കടുത്തേക്ക് വന്നു. ഗൗരിമോൾ എവിടെ? നീ അല്ലേ പറഞ്ഞത് ഗൗരിക്ക് തലവേദന ആയതുകൊണ്ട് അമ്പലത്തിൽ വരണില്ല എന്ന് പറഞ്ഞൂന്ന്? എന്നിട്ട് ആ കുട്ടി എവിടെ? എനിക്കറിയില്ല മുത്തശ്ശി, ഞാൻ നോക്കട്ടെ, ചേച്ചി ഇവിടെ കാണും. അതും പറഞ്ഞ് ശിവ വേഗം താഴെയുള്ള ഓരോ റൂമിലായി നോക്കാൻ തുടങ്ങി. അശോക, നീ അവനെ ഒന്ന് വിളിക്ക്. ഇനി പിള്ളേര് പുറത്തെങ്ങാനും ഉണ്ടെങ്കിലോ? അവനെയും ഇവിടെ കാണാനില്ലല്ലോ. ഇനി മുകളിലെങ്ങാനും ഉണ്ടോ ആവോ? വാര്യർ തൻ്റെ മരുമകന് നേരെ തിരിഞ്ഞുകൊണ്ട് അത് പറഞ്ഞതും അശോക് ഒന്ന് തലയാട്ടിക്കൊണ്ട് വേഗം ഫോണെടുത്ത് ത്രിലോകിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നാൽ ബെല്ല് പോകുന്നതല്ലാതെ അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഛേ, വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. എന്നാൽ ആവശ്യത്തിന് വിളിച്ചാൽ എടുക്കേ അതും ഇല്ല. അശോക് ദേഷ്യത്തിൽ എന്തൊക്കെയോ മുറുമുറുക്കുന്നുണ്ടായിരുന്നു. ദേ ഏട്ടൻ വന്നു. ഇഷ അത് വിളിച്ചു പറയുമ്പോഴാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത്. മടക്കി കുത്തിയിരിക്കുന്ന മുണ്ട് അഴിച്ചിട്ടുകൊണ്ട് അകത്തേക്ക് വരുന്ന ത്രിലോകിനെ കണ്ട് എല്ലാവരും അവൻ്റെ പിന്നിലേക്ക് നോക്കി. നന്ദൂട്ടാ, ഗൗരിമോൾ എവിടെയിടാ? സുചിത്ര വേഗം അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവരുടെ ആ ചോദ്യം കേൾക്കെ ത്രിലോക് സംശയം നിറഞ്ഞ ദൃഷ്ടിയോടെ എല്ലാവരെയും മാറി മാറി നോക്കി. അവൾ എവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാനാ? അവൾ ഇവിടെ ഇല്ലേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. ഏട്ടാ, ഗൗരി ചേച്ചിയെ കാണാനില്ല. ആദ്യമാണ് അത് പറഞ്ഞത്. അത് കേൾക്കെ ത്രിലോക് ഒന്ന് ഞെട്ടി. കാണാനില്ലെന്നോ? അവൾ പിന്നെ എവിടെ പോകാനാ? ഇവിടെ ഉണ്ടാവും. അതും പറഞ്ഞ് ത്രിലോക് വേഗം അകത്തേക്ക് ഓടിക്കയറി. എന്നാൽ ആ നിമിഷമാണ് അകത്തുനിന്ന് ശിവയുടെ ശബ്ദം കേൾക്കുന്നത്. ഒരു വേള എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. മുത്തശ്ശി, ഒന്നിങ്ങ് വരൂ, ചേച്ചി ഇവിടെ ഉണ്ടെന്നാ തോന്നണേ. ഉള്ളിൽ നിന്ന് ശിവ വിളിച്ചു പറയുന്നത് കേട്ടതും മുകളിലേക്ക് ഓടി കയറാൻ നിന്ന് ത്രിലോക് വേഗത്തിൽ ശബ്ദം കേട്ട ഇടത്തേക്ക് പോയി. അവന് പിറകെ ബാക്കി എല്ലാവരും. ചേച്ചി, ചേച്ചി, വാതിൽ തുറക്ക ചേച്ചി, ഞാനാ, ശിവയാ. ത്രിലോക് അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന തൻ്റെ റൂമിൻ്റെ വാതിൽ ഉച്ചത്തിൽ തട്ടി വിളിക്കുന്ന ശിവയാണ്. അങ്ങോട്ട് മാറി നിൽക്കടി. ത്രിലോക് വേഗം ശിവയെ സൈഡിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ഡോറിൽ ആഞ്ഞടിച്ചു. അവൾ സൈഡിലേക്ക് മറിഞ്ഞുപോയി എങ്കിലും കൈകളാൽ അവൾ ചുവരിൽ പിടിച്ചു നിന്നു. ആ ശബ്ദം കേട്ട് എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു. നന്ദു, നിന്ന് തട്ടി കളിക്കാതെ ആ വാതിൽ ചവിട്ടി പൊളിക്കടാ. അബി അവൻ്റെ അടുത്തേക്ക് വന്ന് അത് പറഞ്ഞതും ത്രിലോക് വേഗം പിന്നിലേക്ക് നീങ്ങി നിന്ന് വാതിൽ ആഞ്ഞു ചവിട്ടി. 2-3 വട്ടം ചവിട്ടിയപ്പോഴാണ് ആ ഡോർ പൊളിഞ്ഞു വീണത്. എന്നാൽ അതൊന്നും ശ്രദ്ധ കൊടുക്കാതെ ത്രിലോക് വേഗത്തിൽ അകത്തേക്ക് കടന്നു. അവന് പുറകെ അബിയും സാവിത്രിയമ്മയും. എന്നാൽ മുന്നിലെ കാഴ്ചയിൽ ത്രിലോക് വിറയൽ ബാധിച്ചതുപോലെ തറഞ്ഞു നിന്നുപോയി. അബിയുടെയും സാവിത്രിയമ്മയുടെയും അവസ്ഥ മറിച്ചൊന്നുമായിരുന്നില്ല. കണ്ണുകൾ പിടപ്പോടെ മുന്നിൽ തന്നെ ഉറച്ചു നിന്നു. മോളെ, സരിതയുടെ ശബ്ദമാണ് ഗൗരിയെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളികളെ വിരലുകളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൾ മുഖത്ത് ഒരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. എന്നാൽ അവളുടെ കണ്ണുകളിലെ ചുവപ്പ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവളുടെ ഉള്ളിലെ നോവ്. ഞാൻ വെറുതെ പഴയതൊക്കെ. ബാക്കി പറയാൻ കഴിയാതെ അവളുടെ ശബ്ദമൊന്ന് ഇടറുമ്പോൾ സരിത വേഗം വന്ന് അവളെ ചേർത്ത് പിടിച്ചു. പല പ്രാവശ്യം അമ്മ പറഞ്ഞതാ എൻ്റെ മോൾ ഇനി അതൊന്നും ഓർക്കേണ്ട എന്ന്. നിന്നെ തള്ളിക്കളഞ്ഞവരെ ഇനി നിനക്ക് വേണ്ട. അച്ഛൻ പറഞ്ഞത് ഒന്നും മോള് മറക്കരുത്.
ഇല്ലമ്മേ, ഞാനൊന്നും മറന്നിട്ടില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആ അമ്മമ്മനം മൗനമായി തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പുറത്തു പെയ്യുന്ന മഴയിൽ മിഴികൾ ഉറപ്പിച്ചു നിൽക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ പുറത്തെ കുറ്റാക്കൂരിരുട്ടിലാണ്. എന്നാൽ ശരീരത്തോടൊപ്പം മനസ്സുണ്ടായിരുന്നില്ല. അവ മറ്റെവിടെയായിരുന്നു. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റിൽ അവളുടെ കുറുനിരകൾ മെല്ലെ ഇളകിയാടുന്നുണ്ടായിരുന്നു. പിറകിൽ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ശിവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ 4 കാലിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞു. തൻ്റെ അടുത്തേക്ക് ആടി ആടി വരുന്നവനെ കണ്ട് അവൾ നേരിയ ഭയത്തോടെ ദാവണി ഷോളിൽ മുറുകെ പിടിച്ചു നിന്നു. ആരെ നോക്കി നിൽക്കാടി പുല്ലേ, നീ അവിടെ? അവിടെ എന്താ, നിന്റെ മറ്റവൻ വന്ന് നിൽപ്പുണ്ടോ? ഒറ്റ നിമിഷം കൊണ്ട് അവൻ അവൾക്ക് നേരെ ചീറുമ്പോൾ മറുപടി പറയാതെ ശിവ അവനെ നോക്കി നിന്നു. പുറമെ എത്രയൊക്കെ ധൈര്യം കാണിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ മുന്നിൽ അതിന് കഴിയാത്തതായി തോന്നി അവൾക്ക്. നിന്റെ നാവിൽ എന്താടി? മുത്താണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേടി നീ? ഇത്തവണ ചോദ്യം മാത്രമായിരുന്നില്ല. അവൾക്ക് നേരെ അവൻ ആഞ്ഞു കൈ വീശുമ്പോൾ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ശിവ അതിവേഗത്തിൽ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ കൃത്യമായി വന്നുകൊണ്ടത് അവൾ നിന്ന ചുവരിലാണ്. ചുവരിൽ വന്ന് അടിച്ച കയ്യിൽ അനുഭവപ്പെട്ട വേദനയിൽ ത്രിലോക് ഒന്ന് പൊളഞ്ഞു. സോറി നന്ദേട്ട, ഞാൻ പെട്ടെന്ന്. അവൾ വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ പിടുത്തമിടുമ്പോൾ ത്രിലോക് കലിയോടെ അത് തട്ടിയെറിഞ്ഞു. കൂടുതൽ അഭിനയിക്കില്ലേടി പന്ന മോളെ. ഒരു മടിയും കൂടാതെ എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും ജീവിതം ചവിട്ടി മെതിച്ച നിനക്ക് എവിടെ നിന്നാടി ഇപ്പോൾ ഈ ഫീലിങ്സ് ഒക്കെ? ഓ, ഈ ത്രിലോകിനെ മയക്കിയെടുക്കാനുള്ള അടവായിരിക്കും അല്ലേ ഇത്? അതോ എൻ്റെ താലി കഴുത്തിൽ വീഴാൻ പോകുന്നതിൻ്റെ അധികാരം കാണിക്കലോ? പുച്ഛത്തോടെ അവൻ ആടിക്കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ മുരളുമ്പോൾ ശിവ ഒരു വേള സ്തംഭിച്ചു നിന്നുപോയി. നീ അധികം ഞെട്ടണ്ട. എന്തായാലും നിന്റെ ആഗ്രഹം നടക്കാൻ പോവുകയല്ലേ. എന്നെ നേടാനല്ലേ നീ ഈ ചതി എന്നോടും നിന്നെ സ്വന്തം അനിയത്തിയായി കൊണ്ടു നടന്ന എൻ്റെ ഗൗരിയോടും ചെയ്തത്? നന്ദേട്ടാ, ഞാൻ... അവൾ എന്തോ പറഞ്ഞു വന്നതും ത്രിലോക് വേഗം അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടുകൾക്ക് തടസ്സം തീർത്തു. ഒരു വേള തൻ്റെ കീഴ്ചുണ്ടിൽ അമർന്ന അവൻ്റെ വിരലുകൾ അവളിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുമ്പോൾ ആ ചൊടികളൊന്ന് വിറപൂണ്ടു. അതറിഞ്ഞപ്പോൾ അവൻ വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. നിറം കുറവാണെങ്കിലും നീ ഒരു... തീർത്തും വഷളത്വത്തോടെ അവൻ അവളുടെ ചുണ്ടുവിരൽ അമർത്തി പറയുമ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അവനെ തള്ളി മാറ്റി പിറകിലേക്ക് വേച്ചുപോയി. എങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു. ശേഷം അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവനെ കണ്ട് ശിവ നിറകണ്ണുകളോടെ ചുവരിൽ ചാരി നിന്നു. ആദ്യമായി മോഹിച്ച ഒന്ന് കൈവിട്ടു പോകും എന്ന് തോന്നിയപ്പോൾ തെറ്റായി ചിന്തിച്ചു പോയി. പക്ഷേ അതൊക്കെ ഈ രീതിയിൽ വന്ന് പരിണമിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അറിയാതെ ചെയ്തുപോയ തെറ്റിന് എന്തിനാ ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ അവളുടെ ചുണ്ടുകൾ മെല്ലെ മൊഴിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് അവളുടെ കണ്ണുകളിലെ ഭാവം മാറി മറിഞ്ഞത്. ഇല്ല, നിക്ക് വേണം എൻ്റെ നന്ദേട്ടനെ. വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക്. ഒരു തവണ കൈവിട്ടു പോയപ്പോൾ മനസ്സിനെ പറഞ്ഞു കല്ലാക്കിയതാണ് ഞാൻ. പക്ഷേ നീ ആയിട്ടല്ലേ യക്ഷിയമ്മേ, നിനക്ക് വീണ്ടും എൻ്റെ നന്ദേട്ടനെ തന്നേ. ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കാൻ കഴിയില്ല എനിക്ക്. വാശിയോടെ അവളുടെ അതരങ്ങൾ ഉരുവിടുമ്പോൾ വലം കൈയാൽ അവൾ തൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റി. ശിവയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ ത്രിലോകിനെയും കാത്ത് നവീനും കാർത്തിയും റൂമിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. തങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ ത്രിലോകിനെ കണ്ട് അവർ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി. ശേഷം കാർത്തി വേഗം അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. എന്താടാ? അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടമാകാത്തതുപോലെ ത്രിലോക് നവീന് നേരെ ചീറി. നിന്റെ ഈ ദേഷ്യമൊക്കെ നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അത് ആ അകത്തിരിക്കുന്നവളോട് നടക്കും. പക്ഷേ എൻ്റെ അടുത്ത് വിലപ്പോകില്ല. അതുകൊണ്ട് പൊന്നുമോൻ പറയ്, അവിടെ എന്താണ് പരിപാടി? അറിഞ്ഞിട്ടപ്പോൾ നിനക്കെന്തിനാ? ത്രിലോക് പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. അല്ല, 4 കാലിൽ പോയവൻ സ്റ്റഡിയായി തിരിച്ചു വന്നത് കണ്ട് ചോദിച്ചതാ. എന്താടാ? അവൾ മർമ്മം നോക്കി പ്രയോഗിച്ചോ? കാർത്തി അതിനേക്കാൾ വലിയ പുച്ഛം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടാ പുല്ലേ. അതിനിനി അവൾ ഒരു ജന്മം കൂടി ജനിക്കണം. ഈ ത്രിലോകിൻ്റെ രോമത്തിൽ തൊഴണമെങ്കിൽ. പിന്നെ ഈ ത്രിലോകിൻ്റെ പല രൂപങ്ങളും അവൾ ഇനി കാണാൻ കിടക്കുന്നതേയുള്ളൂ. ഇതൊന്നും ഒന്നുമല്ല. അവൾ എന്നെ ആഗ്രഹിക്കണം. ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ ആഴത്തിൽ അവൾ എന്നെ നേടിയെടുക്കാൻ മോഹിച്ചുകൊണ്ടേയിരിക്കണം. ഒടുവിൽ ഒരിക്കലും ഇനി എന്നെ കിട്ടില്ല എന്ന സാഹചര്യം വരുമ്പോൾ അവൾ അറിയണം. സ്നേഹിച്ച് സ്വന്തമാകാതെ വരുമ്പോഴുള്ള വേദന അറിയിച്ചു കൊടുക്കും ഞാൻ അവൾക്കത്. വാക്കുകൾ പലയിടത്തും ഇടറുമ്പോൾ അത് പുറത്തേക്ക് വരാതിരിക്കാൻ നന്നേ പണിപ്പെടുന്നുണ്ടായിരുന്നു അവൻ. കാർത്തിക്ക് അത് വ്യക്തമാവുകയും ചെയ്തു. നീ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വരണ്ട. അവളുടെ കാര്യത്തിൽ ഇടപെടാനും. അവൾ ഈ ത്രിലോകിൻ്റെയാണ്, എൻ്റെ ആ ജീവനാന്ത അടിമ. പുച്ഛത്തോടെ അത് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ കാർത്തിയുടെ കണ്ണുകളും അവനെ പിന്തുടർന്നു. തോളിൽ ഒരു കൈസ്പർശം പതിയുമ്പോഴാണ് അവൻ മുഖം ചരിച്ചു നോക്കിയത്. അവൻ എന്താ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം? ഈ വിവാഹം നടക്കില്ല എന്നാണോ? എനിക്കറിയില്ല നവീൻ.
അല്ലെങ്കിലും മാസങ്ങളായില്ല ത്രിലോകിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണല്ലോ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കാർത്തി മുകളിലേക്കുള്ള സ്റ്റെയർ കയറുമ്പോൾ നവീനും അവൻ്റെ പിന്നാലെ പിന്തുടർന്നു. ആദി തൻ്റെ റൂമിലെ ലാപ്പിൽ കാര്യമായ എന്തോ പണിയിലിരിക്കുമ്പോഴാണ് ആദി പിന്നിൽ നിന്ന് ആ വിളി കേൾക്കുന്നത്. ഒരു നിമിഷം അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ പാവി, അകത്തേക്ക് വാ. അത് കേട്ട് അവൾ മെല്ലെ അകത്തേക്ക് കയറി. ശേഷം അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ആദി, എന്തായി കാര്യങ്ങൾ? ഗൗരി അവൾ വരുമോ? പ്രതീക്ഷയോടെ മുഖമിടർത്തിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ ആദി ചിരിയോടെ ലാപ്പിൽ നിന്ന് ശ്രദ്ധ അവളിലേക്ക് തിരിച്ചു. എൻ്റെ പവി നീ ഇങ്ങനെ ടെൻസ്ഡ് ആവാതെ. ഞാൻ നിനക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം കാണാതെ പിന്മാറില്ല. നടക്കാത്ത കാര്യങ്ങൾക്കൊന്നും ഈ ആദിഷ് ആർക്കും വാക്ക് കൊടുക്കാറുമില്ല. എന്ന് വെച്ചാൽ നീ പറയുന്നത് ഗൗരി വരും എന്ന് തന്നെയല്ലേ? വീണ്ടും പവിയിൽ സംശയം തന്നെയാണ്. ആടി പെണ്ണെ, അവൾ വരും. പിന്നെ ആദ്യം ഞാൻ ത്രിലോകേട്ടനെ കൊണ്ട് അവളെ വിളിപ്പിക്കാം എന്നാ കരുതിയത്. പിന്നെ ആലോചിക്കുമ്പോൾ തോന്നി അത് വേണ്ട എന്ന്. കാരണം ഏട്ടൻ വിളിച്ച് അവൾ ഇവിടേക്ക് വന്നാൽ പിന്നെ ഏട്ടൻ പറയുന്നതാകും അവൾ കൂടുതൽ മുൻഗണന കൊടുക്കുക. പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അത് കേൾക്കെ പവി അതേ എന്ന അർത്ഥത്തിൽ തല ചലിപ്പിച്ചു. അതെന്തായാലും വേണ്ട, അവൾ നമ്മുടെ കൂടെ വേണം നിൽക്കാൻ. എന്നാലേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകൂ. അതിന് ചാൻസ് കുറവാണ് ആദി. നിനക്കറിയില്ലേ ഗൗരിയെ, ആരെയും വേദനിപ്പിക്കാത്ത മനസ്സാ അവളുടേത്. പ്രത്യേകിച്ച് ശിവയെയും ത്രിലോകിനെയും. അവരെ തമ്മിൽ തെറ്റിക്കാൻ അവൾ നമ്മുടെ കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ്. പവി അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു. നീ ഇടയ്ക്ക് ഒരു കാര്യം മറക്കുന്നു പവി. ആരെക്കാളും മുറിവേറ്റ ഒരു മനസ്സുണ്ട് അവൾക്ക്. അതും അവൾ സ്നേഹിച്ചവരാൽ തന്നെ. അതവൾ അത്ര പെട്ടെന്ന് മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാനിത് ഇത്ര ഉറപ്പിച്ച് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അച്ഛനോടും അമ്മയോടുമൊപ്പം അവൾ അവസാനമായി രാത്രിക്ക് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ധ്രുവിനെ തിരിഞ്ഞു നോക്കിയ ഒരു നോട്ടമുണ്ട്. അതിൽ സ്നേഹമായിരുന്നില്ല, ദേഷ്യവും വെറുപ്പുമായിരുന്നു അവനടുത്ത് നിന്ന ശിവയോടും. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണെങ്കിലോ? അതിന് ആദി തിരിഞ്ഞ് അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ആദി, നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. എൻ്റെ ടെൻഷൻ കൊണ്ട്. ബാക്കി പറയാൻ കഴിയാതെ അവളൊന്ന് നിർത്തി. ഞാൻ നിനക്ക് തന്ന വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ധൈര്യമായി ഇരിക്ക്. ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ നിന്റെ ഈ ഇല്ലാത്ത ഗർഭം അധികനാൾ മറച്ചു വെക്കാം എന്ന് കരുതണ്ട. എല്ലാവരും അത് തിരിച്ചറിയുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യണം. ബുദ്ധിരാക്ഷസനാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത്. ഇതിനോടകം എല്ലാം തിരിച്ചറിഞ്ഞിട്ട് ആണോ ഈ നടക്കുന്നത് എന്ന് പോലും സംശയമുണ്ട് എനിക്ക്. ആദിയുടെ ആ വാക്കുകളിൽ പവിയുടെ ഉള്ളിൽ ഒരു വെള്ളടി വെട്ടി. എന്തായാലും നീ ഇപ്പോൾ പൊയ്ക്കോ, വേണ്ടുന്നത് ഞാൻ ചെയ്തോളാം. അത് കേട്ട് തലയാട്ടിക്കൊണ്ട് അവൾ ഏതോ ലോകത്തെന്ന പോലെ തിരിഞ്ഞു നടന്നു. തൻ്റെ നഗ്നമായ നെഞ്ചിൽ തളർന്നു കിടക്കുന്നവനെ നവീൻ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും കിതപ്പുകൾ അപ്പോഴും കെട്ടടങ്ങുന്നുണ്ടായിരുന്നില്ല. കാർത്തി, അതിന് മറുപടിയായി അവൻ മെല്ലെ ഒന്ന് മൂളി. 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും തളർന്നു ചെക്കാ നീ. നിനക്കിപ്പോൾ ഒട്ടും സ്റ്റാമിന ഇല്ലാട്ടോ. കുറുമ്പോടെ അവൻ്റെ കാതിൽ ചുംബിച്ചുകൊണ്ട് നവീൻ പറയുമ്പോൾ കാർത്തി മുഖമുയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കൂടുതൽ ആവേശമോ കാണിക്കണ്ട. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയാം ഇത്രയും നേരം കാണിച്ച ആവേശത്തിൻ്റെ ഫലം. ആണോ? എന്നാൽ ഞാൻ അതങ്ങ് സഹിച്ചു. എൻ്റെ ചെക്കനെ എനിക്ക് എത്ര അറിഞ്ഞാലും മതിവരില്ല. വീണ്ടും വീണ്ടും അത് അനുഭവിച്ചറിയാൻ ഒരു കൊതിയാ. നവീൻ കൊഞ്ചിക്കൊണ്ട് കാർത്തിയുടെ കഴുത്തിൽ ചുണ്ടമർത്തി. ഈ കൊതി അത്ര നല്ലതിനല്ല മോനെ. എൻ്റെ പുറം മുഴുവൻ അള്ളി പൊളിച്ചു നീ. അത് പിന്നെ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേയുള്ള നിമിഷങ്ങളുടെ ഓർമ്മയിൽ അവനൊരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ അതേ ചിരി കാർത്തിയുടെ ചുണ്ടുകളിലും പടർന്നു. വൺസ് മോർ. ഇരു കൈയും അവൻ്റെ മുതുകിലൂടെ ഇഴച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ നവീൻ പറയുമ്പോൾ കാർത്തിയുടെ ശരീരവും മെല്ലെ ചൂടുപിടിക്കുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് അവനെ മറിച്ചിട്ട് നവീൻ അവന് മുകളിലായി സ്ഥാനം പിടിച്ചു. മോള് അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? ബാഗിലെല്ലാം പാക്ക് ചെയ്യുന്ന ഗൗരിക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് സരിത ചോദിക്കുമ്പോൾ അവൾ മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. പോണം അമ്മേ, പോകാതെ നിർവാഹമില്ല. നീ ഇപ്പോൾ എന്തിനാ അവിടേക്ക് പോകണമെന്ന് വാശി കാണിക്കുന്നത് എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അവസാനമായി നിന്നെയും കൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇനി ഒരു മടങ്ങിപ്പോക്ക് അതുണ്ടാവില്ല എന്ന് വിധി എഴുതിയതാണ് ഞാനും നിന്റെ അച്ഛനും. എന്നിട്ടിപ്പോൾ സരിതയുടെ വാക്കുകൾ നിറഞ്ഞു നിന്നത് എന്തൊക്കെയോ ഓർത്തുള്ള ആദിയായിരുന്നു. അമ്മ പേടിക്കേണ്ട, ഞാൻ വീണ്ടും പഴയ ബന്ധം കൂടാൻ പോകുന്നതല്ല അവിടേക്ക്. ഉപേക്ഷിച്ചതൊക്കെ ഉപേക്ഷിച്ചത് തന്നെയാ. പക്ഷേ ഇപ്പോൾ എനിക്ക് പോകണം, പോയേ മതിയാകൂ. അവൾ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ സരിതയ്ക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ മകളുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഗൗരി മെല്ലെ ബെഡിലേക്കിരുന്നു. ഏതൊക്കെയോ മുഖങ്ങൾ മനസ്സിലേക്ക് തെളിയുമ്പോൾ മെല്ലെ മെല്ലെ അവളുടെ ഇരു കൈകളും തമ്മിൽ മുറുകി.